നമസ്കാരം. ലോകം ഉറ്റുനോക്കുന്ന ബില്യൺ ഡോളർ കരാർ പിറക്കുമോ? സൗദി കിരീടാവകാശി യുഎസിൽ എത്തുമ്പോൾ എന്താകും സംഭവിക്കാൻ പോകുന്നത്? വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപിന്റെ ഗൾഫ് സന്ദർശനത്തിന് ശേഷമുള്ള ഏറ്റവും പ്രധാന കൂടിക്കാഴ്ചയാണ് ഈ നടക്കാൻ പോകുന്നത്. ചൊവ്വാഴ്ചയാകും സൗദി കിരീടാവകാശി അമേരിക്കയിലേക്ക് എത്തുക. ഈ സന്ദർശനം സൗദിക്കുള്ള ആദരമായി മാറുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഗൾഫ് രാഷ്ട്രങ്ങളുമായി ബന്ധം ദൃഢമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അതായത് സൗദിക്കും കിരീടാവകാശിക്കുമുള്ള ആദരമായി സന്ദർശനം മാറുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. സൗദി കിരീടാവകാശിയുടെ ആദ്യ ഔദ്യോഗിക അമേരിക്ക സന്ദർശനം കൂടിയാണിത്. ഓവൽ ഓഫീസിലെ ഉഭയകക്ഷി കൂടിക്കാഴ്ച, പ്രധാന സൈനിക വ്യാപാര കരാറുകൾ എന്നിവ സന്ദർശനത്തിന്റെ ഭാഗമാണ്. സൗദി കിരീടാവകാശിക്ക് അമേരിക്കൻ പ്രസിഡന്റ് അത്താഴ വിരുന്നൊരുക്കും. വമ്പൻ വ്യാപാര ചർച്ചകൾ ഇരുവരും തമ്മിൽ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാസങ്ങൾക്ക് മുമ്പ് ട്രംപ് സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നടത്തിയ സന്ദർശനത്തിൽ ബില്യൺ കണക്കിന് ഡോളർ കരാറാണ് പിറന്നു വീണത്. അമേരിക്കൻ വിപണിക്ക് തന്നെ ഇത് വലിയ ഊർജമായിരുന്നു. അന്ന് സൗദി കിരീടാവകാശിയുടെ മുന്നിൽ വെച്ച് സിറിയയ്ക്കു മേലുള്ള ഉപരോധം അവസാനിപ്പിക്കുന്നതിന് ട്രംപ് പ്രഖ്യാപിച്ചതും വലിയ ശ്രദ്ധ നേടിയിരുന്നു. പുതിയ കൂടിക്കാഴ്ചയിൽ ചൊവ്വാഴ്ചയും സർപ്രൈസ് പ്രഖ്യാപനങ്ങളും തീരുമാനങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. സൗദി അറേബ്യയിൽ പരിശോധന, പബ്ലിക് മാർക്കറ്റുകൾ 65 ബിനാമി ഇടപാടുകളും കണ്ടെത്തി. തീരുവ കുറച്ചുകയും അതിനിടെ യുഎസിൽ നിന്നും പുറത്തു വന്ന മറ്റൊരു വാർത്തയായിരുന്നു ഇത്. ബീഫ്, തക്കാളി, വാഴപ്പഴം തുടങ്ങിയ പ്രധാന ഭക്ഷ്യ വസ്തുക്കളുടെ തീരുവ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിൻവലിച്ചു എന്നതായിരുന്നു. അമേരിക്കൻ ഉപഭോക്താക്കൾക്കിടയിൽ പലചരക്ക് സാധനങ്ങളുടെ ഉയർന്ന വിലയെക്കുറിച്ച് വർദ്ധിച്ചു വരുന്ന ആശങ്കയുടെ പശ്ചാത്തലത്തിലാണ് ഈ നടപടി കൂടി ഉണ്ടായത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി മുതലുള്ള ഇളവുകൾ പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ഈ വർഷം ആദ്യം ഏർപ്പെടുത്തിയ വൻ ഇറക്കുമതി തീരുവകൾ പണപ്പെരുപ്പത്തിന് കാരണമാകില്ല എന്നും വളരെ കാലമായി വാദിച്ചിരുന്ന ട്രംപിന് ഒരു വലിയ തിരിച്ചടിയാണ് ഈ പുതിയ തീരുമാനം. ഉപഭോക്തൃ വില സൂചികയിൽ സെപ്റ്റംബറിലെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ബീഫിന് ഏകദേശം 13% വില കൂടുതലായിരുന്നു. സ്റ്റീക്കുകളുടെ വില ഒരു വർഷം മുമ്പുള്ളതിനേക്കാൾ ഏകദേശം 17% കൂടുതലും. ട്രംപിന്റെ മുൻഗാമിയായ ജോ ബൈഡന്റെ കീഴിൽ പണപ്പെരുപ്പം അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തിയപ്പോൾ മുതൽ 3 വർഷത്തിനിടയിൽ ഏറ്റവും വലിയ വില വർധനവാണ് ഉണ്ടായത്. വാഴപ്പഴത്തിലെ വില ഏകദേശം 7% കൂടുതലായിരുന്നു. അതേസമയം തക്കാളിയുടെ വില 1% കൂടുതലും. വീട്ടിൽ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ മൊത്ത വിലയിലുള്ള ചെലവാണ് ഈ സെപ്റ്റംബറിൽ 2.7% വർദ്ധിച്ചിരുന്നു. ട്രംപ് ഭരണത്തിൽ വന്നതോടെ ഓരോ രാജ്യത്തിൽ നിന്നുമുള്ള ഇറക്കുമതി 10% അടിസ്ഥാന താരിഫ് ചുമത്തി. സംസ്ഥാനം അനുസരിച്ച് വ്യത്യസ്തമായ അധിക നിർദ്ദിഷ്ട തീരുവകളും ഏർപ്പെടുത്തിക്കൊണ്ടായിരുന്നു ട്രംപ് ആഗോള വ്യാപാര വ്യവസ്ഥയെ അട്ടിമറിച്ചത്. ഇറക്കുമതി തീരുവയുടെ മുഴുവൻ ഭാരവും കമ്പനികൾ വഹിക്കാൻ തുടങ്ങുമ്പോൾ അടുത്ത വർഷം സാധനങ്ങളുടെ വില കൂടുതൽ ഉയരുമെന്നത് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. എന്തായാലും ലോകം ഉറ്റുനോക്കുന്ന ട്രംപിന്റെയും ഈ സൗദി രാജകുമാരന്റെയും കൂടിക്കാഴ്ചയെക്കുറിച്ച് ഇനി കൂടുതൽ വിവരങ്ങളുമായി